വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 18. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവിടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവത്തിന്റെ സന്ദേശവാഹകരായ ദൈവദൂതന്മാരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി പ്രതിപാദനങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധായകമായ സംഭവങ്ങളെല്ലാം നാം ദർശിക്കുക പുതിയ നിയമത്തിലാണ്. ദൈവത്തിന്റെ ദൂതൻ അവർക്ക് മുൻപേ നടന്നതായി നാം പലപ്പോഴും കാണുന്നുണ്ട്. നവവൃന്ദം മാലാഖമാരാണുള്ളത്, 9 വൃന്ദം മാലാഖമാർ. അതിൽ 9ാമത്തെ വൃന്ദമാണ് കാവൽ മാലാഖമാരായി അറിയപ്പെടുക. ഈ ഭൂമിയിൽ ഒരു ശിശു ജനിക്കുമ്പോൾ സ്വർഗത്തിൽ ആ ശിശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി 2 മാലാഖമാർ നൽകപ്പെടുന്നു എന്നാണ് പറയുക. അത്യുന്നതനായ ദൈവത്തിന്റെ സഹായികളായ മാലാഖമാരുടെ സംരക്ഷണം നമുക്കെപ്പോഴും അനുഗ്രഹദായകമാണ്. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന മാലാഖമാരെ നമ്മൾ കാണുന്നുണ്ട്. ഗബ്രിയേൽ ദൂതനും റഫായേലും ഒക്കെ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണത്തിന്റെ അടയാളമായി, ശക്തിയുടെ അടയാളമായി, വാഗ്ദാനങ്ങൾ നൽകുന്ന അടയാളമായി നാം കാണുന്നുണ്ട്. ദൈവം നൽകുന്ന സന്ദേശങ്ങളെ ഭൂമിയെ അറിയിക്കുക, വ്യക്തികളെ അറിയിക്കുക, മുന്നറിയിപ്പുകൾ നൽകുക, ഇതെല്ലാം മാലാഖമാർ നിർവഹിക്കുന്ന ദൗത്യങ്ങളിൽ ചിലതാണ്. കാവൽ മാലാഖമാർ നമുക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നു. പാപത്തിലും തിന്മയിലും അന്ധകാര ശക്തിയിലും വീണുപോകാതെ നമ്മെ താങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയുടെ ബലം മാലാഖമാരിലൂടെ നമുക്ക് നൽകപ്പെടുന്നു. ഒരു കാര്യം പൂർണ്ണമായി തെറ്റോ പാപമോ ആണെങ്കിൽ അത് ചെയ്യരുത് എന്ന ആന്തരിക ഉദ്ബോധനം നമുക്ക് നൽകുന്നത് കാവൽ മാലാഖമാരാണ്. നാം നന്മ ചെയ്യുമ്പോൾ മാലാഖമാർ സന്തോഷിക്കുകയും തിന്മ ചെയ്യുമ്പോൾ നൊമ്പരപ്പെടുകയും ചെയ്യുന്നു അത്രേ. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവിടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, ദൂതന്മാരുടെ സംരക്ഷണം ക്രിസ്തു തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതം വിശ്വാസവും വിശുദ്ധിയും നിർമ്മലതയും കൊണ്ട് നിറയുവാനും ശിശുക്കളുടെ ഹൃദയശുദ്ധി പോലെ നാം എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും അപ്രകാരമായിരിക്കുവാനും യേശു നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ദൈവത്തെയും ദൈവദൂതന്മാരെയും അവിടെ അത്യുന്നതമായ സംരക്ഷണത്തെയും ചേർത്ത് പിടിക്കാം. ദൈവത്തിനും ദൈവദൂതന്മാർക്കും ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനും ദൈവത്തിന്റെ പദ്ധതികൾക്ക് അനുസൃതമായി നിർമ്മല മാനസരായി ജീവിക്കുവാനും വേണ്ട ആത്മീയ കൃപാവരവും പ്രചോദനവും യാചിക്കാം. കാവൽ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് ജീവിത വഴിയിൽ താങ്ങാകട്ടെ. ഏതൊരു പ്രതിസന്ധിയിലും എന്നെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാനും ആ കൃപയുടെ സംരക്ഷണം ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിൽ ഉള്ള ഓരോ കാവൽ മാലാഖമാരുടെയും പ്രത്യേക സംരക്ഷണം ഈ ദിനം നമുക്ക് ലഭ്യമാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ